നിങ്ങൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്യുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക. സംഭവം എന്താണ് ഞാൻ പറഞ്ഞില്ല. അതിനുമ്പ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പൊ സംഭവത്തിലുള്ളൂ ഞാൻ നിങ്ങൾ ഉൾപ്പെടെ പലരും ചെയ്യുന്ന മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നേരെ ആപ്പിലോട്ട് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കാർട്ടിലേക്ക് ഇട്ടും. ചിലപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്തു വെക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവരത് മനസ്സിലാക്കി, അതായത് ആമസോണും ഫ്ലിപ്കാർട്ടും അത് മനസ്സിലാക്കിയതിന് ശേഷം അത് നൈസായിട്ട് ചെറുതായിട്ടെങ്കിലും പ്രൈസ് കൂട്ടും. അപ്പോൾ എനിക്ക് പലപ്പോഴും അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് പലർക്കും അത് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ലേശം പ്രൈസ് കൂട്ടിയിട്ട് കഴിഞ്ഞാലും അവരത് വാങ്ങിക്കോളും എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ ഈ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, പ്രൈസ് ഉൾപ്പെടെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഇൻകോഗ്നിറ്റോ ടാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ സെർച്ച് ചെയ്ത് അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻകോഗ്നിറ്റോ ടാബിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആപ്പിലേക്ക് പോയിട്ട് ഫ്ലിപ്കാർട്ടിലോ ആമസോണോ ഏതാച്ചാൽ അതിലേക്ക് പോയിട്ട് അതിന് ഡയറക്റ്റ് ആയിട്ട് സ്പോട്ടിൽ തന്നെ പർച്ചേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്ക് ഇനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.